അപ്പോൾ ഇന്ന് കുറച്ച് ഗപ്പികളെ ബ്രീഡിങ്ങിന് ഇടാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ അതിന് ഞാൻ വെള്ളം ഒരു ബേസത്തിനകത്തേക്കാണ് ഇടുന്നത്. അപ്പോൾ അതിന് വെള്ളവും നിറച്ച് വെച്ചു, അതുപോലെ തന്നെ ഒരു നെറ്റും ഒക്കെ ഇടാൻ പോവുകയാണ്. ഇങ്ങനെയാണ് ഞാൻ സാധാരണ ബ്രീഡിങ്ങിനായിട്ട്. ചെറിയ കണ്ണിയുള്ള നെറ്റാവുമ്പം ആ കുഞ്ഞുങ്ങൾ താഴത്തേക്ക് ഇറങ്ങിയും പോവും. പിന്നെ ഫീമെയിൽസ് ഒന്നും കുഞ്ഞുങ്ങളെ കഴിക്കുകയില്ല. അപ്പോൾ ഞാനൊരു ഒരെണ്ണത്തിനെയല്ല ഇടുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള നെറ്റ് ഉപയോഗിക്കുന്നതാണ് നല്ലത്. അപ്പോൾ അതുങ്ങൾ താഴത്തേക്ക് ഇറങ്ങി നിന്നോളും. താഴത്ത് നമുക്ക് കുറച്ച് പായലും കൂടി ഇട്ട് കൊടുത്താൽ മതി. ഇതാണ് ഞാൻ എടുത്തിരിക്കുന്ന ഫീമെയിൽസിൻ്റെ ബ്രീഡായ ഗപ്പികൾ. ഇത് പ്ലാറ്റിനം റെഡ് ബിഗ് ഗിയറിൻ്റെ ഇത് ഫസ്റ്റ് ബ്രീഡിംഗ് ആണ് കേട്ടോ. അത് അത്രയും വലുതായിട്ടുണ്ട്. ഫസ്റ്റ് ബ്രീഡിംഗ് ആയതല്ല. ഞാൻ ഇതിനകത്ത് ഇച്ചിരി കല്ലുപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതെ നമ്മളിതിനെയൊക്കെ അങ്ങോട്ട് ഇറക്കി കൊടുക്കേ. ഇനി ഇതിനകത്ത് കിടന്ന് ഇത് ബ്രീഡായിക്കോളും. അപ്പോൾ കുഞ്ഞുങ്ങൾ ചെറിയ നെറ്റായതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾ മാത്രമേ ഇതിനകത്തേക്ക് കടന്നു പോകുള്ളൂ. അതൊരു വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ ഞാൻ സാധാരണ ബ്രീഡിങ്ങിനിടുന്നത് ഇങ്ങനെയാണ്. ഈ ചെറിയ നെറ്റിട്ടാണ് ഞാൻ ബ്രീഡിങ്ങിനിടുന്നത്. ഇത് ഫോക്സ് ടെയിലാണ്. അപ്പോൾ ഇതും കൂടി ഇങ്ങോട്ട് ഇട്ട് കൊടുത്താൽ ഇതുങ്ങൾ ഇതിനകത്ത് കയറി നിൽക്കുന്ന കുഞ്ഞുങ്ങളെയും ഇതുങ്ങൾ അറ്റാക്ക് ചെയ്യില്ല. ഇല്ലെങ്കിൽ നിങ്ങൾ നല്ലതുപോലെ കുഞ്ഞുങ്ങളെ തിന്നുന്ന ഒരു ഐറ്റമാണ് ഈ പ്ലാറ്റിനം ബിഗ് ഗിയർ. അപ്പം ഇനിയിപ്പോൾ അടുത്ത് തന്നെ ഇത് ബ്രീഡാകും. അത്രയ്ക്കും അതിൻ്റെ വയറൊക്കെ വീർത്തിട്ടുണ്ട്. അപ്പം നമുക്ക് എല്ലാ കുഞ്ഞുങ്ങളെയും നമുക്ക് സേഫാക്കി എടുക്കാനും പറ്റും. നമുക്ക് ഗപ്പികൾക്ക് ഇതുങ്ങളെ പിന്നെ കോമൺ ടാങ്കിലേക്ക് നമുക്ക് 2 ദിവസം കഴിയുമ്പോൾ മാറ്റുകയും ചെയ്യാം. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ എനിക്ക് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാ സപ്പോർട്ടും എനിക്ക് നൽകുക.